നമസ്കാരം. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത് UDF-BJP ഡീല് മുഖേനയാണ് എന്ന ആരോപണം, ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഒരു ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ഇപ്പോഴും UDF-ന്റെ നേതൃത്വത്തിനോ NDA-യുടെ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന പല രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ ആരോപണം നിലനിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ വേണ്ടി ഓടിപ്പോവുകയാണ് VD സതീശൻ. അധികാരത്തിൽ വന്ന് 6ാം ദിനമാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്ന ഒരു വിചിത്രമായിട്ടുള്ള സംഭവം കൂടി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഓടിപ്പിടിച്ച് ഇങ്ങനെ പ്രധാനമന്ത്രിയെ കാണാൻ BJP-യുടെ മുഖ്യമന്ത്രി പോലും പോകില്ല എന്നതാണ് പല ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനം. ഇത് വലിയ രീതിയിൽ തന്നെ ഈ നരേന്ദ്രമോദി സന്ദർശിക്കാൻ പോകുന്നത് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ BJP-യെയും സംഘപരിവാറിനെയും ഒക്കെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും ഈ VD സതീശൻ മുഖ്യമന്ത്രി ആയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അത് BJP-കാരും സംഘപരിവാരങ്ങളുമാണ്. അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണല്ലോ VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ താങ്കളുടെ സർക്കാരിന്, UDF സർക്കാരിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത്. അദ്ദേഹം എക്സിൽ അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അതായത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹം ഇത്രയധികം പുകഴ്ത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദിയെ കാണുമ്പോൾ VD സതീശന് ഒരു സന്തോഷപൂരം കൂടി പങ്കുവയ്ക്കാൻ കഴിയും. എന്താണ്? അതായത് BJP ഭരിക്കുന്ന ബംഗാൾ മോഡൽ ഞങ്ങളിവിടെ നടപ്പിലാക്കുകയാണ്. എന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന, അതായത് മുഖ്യ ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറാണ് എന്ന സന്തോഷപൂരം കൂടി അദ്ദേഹത്തിന് പങ്കുവെക്കാൻ കഴിയും. അത് കേട്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സന്തോഷം തോന്നും. നീ നമ്മുടെ പയ്യൻ തന്നെയുടെ എന്ന് തന്നെ മിക്കവാറും പ്രധാനമന്ത്രി പറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഈ VD സതീശനെ പോലുള്ള ഒരാൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ പോകുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള വാർത്തയായി മാറുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം മുൻകാലങ്ങളിൽ സംഘപരിവാറിനും BJP-ക്കും ഒക്കെ എതിരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ്. അങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന UDF-ന്റെ നിലപാടെന്ന് പറയുന്നത് എക്കാലത്തും BJP-ക്കൊപ്പവും സംഘപരിവാറിനൊപ്പവും നിൽക്കുന്ന നിലപാടാണ്. അവർ ഭരിക്കുന്ന പലയിടങ്ങളിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ BJP-യുടെ ഒരു കൈത്താങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണല്ലോ പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്തിലെ ഈ സംഘപരിവാർ UDF ബന്ധം വലിയ ചർച്ചയാകുന്നത്. അതായത് NDA-യുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ UDF ഭരിക്കുന്നത്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. അങ്ങനെയാണ്. തിരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്ന് ആലോചിക്കണം. ഇത് വലിയ ചർച്ചയാവുകയാണ്. നിങ്ങൾ സംഘപരിവാറുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നുള്ള പല രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും സതീശനോ അല്ലെങ്കിൽ അവിടുത്തെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസോ ഞങ്ങൾ അത് ഉപേക്ഷിക്കും എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇത് ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ബന്ധം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇപ്പോഴും ആ പഞ്ചായത്ത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ പല പഞ്ചായത്തുകളും ഈ പറയുന്ന BJP-യുടെ ഒക്കെ പിന്തുണയോടെ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. മാത്രമല്ല ഇവിടുത്തെ BJP-യുടെ MP സുരേഷ് ഗോപി, അത് UDF-ന്റെ സംഭാവനയല്ലേ? അവിടെ UDF-ന്റെ വോട്ട് മറിച്ചാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടതെന്ന് ആർക്കാണ് അറിയാത്തത്? അവിടുത്തെ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞില്ലേ UDF-ന്റെ വോട്ട് ആണ് BJP കിട്ടിയതെന്നും നമ്മളെ വോട്ട് കൂട്ടമായി സുരേഷ് ഗോപിക്ക് പോയെന്നും അത് അന്വേഷിക്കണമെന്നൊക്കെ അന്നത്തെ തൃശ്ശൂരിലെ DCC പ്രസിഡന്റ് പറഞ്ഞതൊക്കെ എല്ലാവരും മുമ്പിലും ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ UDF എന്ന് പറയുന്നത്, കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് BJP-കാരെ പോലെ തന്നെയാണ്. എന്തെന്നാൽ അവര് ചിന്തിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ BJP വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയത് ആരാണ്? കരുണാകരനാണ്. കരുണാകരന്റെ മകൾ ഇപ്പൊ എവിടെയാണ്? പത്മജ വേണുഗോപാൽ BJP-യിലാണ്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ എവിടെയാണ്? അനിൽ K ആന്റണി BJP-യിലാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക മുൻ മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ഇപ്പോൾ BJP-യിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോ BJP-ക്ക് പറ്റിയ ഒരു നിലമൊരുക്കാൻ കഴിവുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. UDF-നകത്തുള്ള കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതിനു വേണ്ടിയുള്ള പച്ച പരവതാനി ഇങ്ങനെ കാവി പരവതാനി ഇങ്ങനെ വിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വാഭാവികമായും ഇവിടെ ഇത്തരത്തിൽ സതീശന്റെ നിലപാടുകൾ, സതീശൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ BJP-ക്ക് ഒരുപാട് സന്തോഷം പകരുന്നത് തന്നെയാകും. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണല്ലോ VD സതീശൻ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് ആ ദിനത്തിൽ. എന്നിട്ട് ജന്മശതാബ്ദി ദിന ആഘോഷ ചടങ്ങിൽ നിലവിളക്കിന് തിരികൊളുത്തുകയാണ് VD സതീശൻ. ഈ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വ്യക്തിയാണ് ഈ ഗോൾവാക്കർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനത്തെ പരിപാടിയിലാണ് VD സതീശൻ പങ്കെടുക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള മറ്റുള്ള ഒരാളെയും ആ തിരികൊളുത്താൻ ക്ഷണിക്കാതിരുന്നത്? VD സതീശനെ മാത്രം ക്ഷണിച്ചത്. അദ്ദേഹം വിളിച്ചാൽ വരുമെന്ന് അറിയാം സംഘപരിവാറിന്. അതുകൊണ്ടാണ് അദ്ദേഹം പോയതും തിരികൊളുത്തിയതും. എന്നിട്ട് VD സതീശൻ എന്താണ് പറയുന്നത്? ഞാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരാണ്, ഞാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരാണ്, ഞാൻ ഇവരുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പുറത്തു വരുന്ന വിവരങ്ങളും പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായും സംഘപരിവാറിനും BJP-ക്കും സന്തോഷം പകരുന്ന, അവർക്കൊപ്പമൊക്കെ ഏകദേശം നിൽക്കുന്ന ഒരു നിലപാടാണ് നമുക്ക് പലപ്പോഴും ഇദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയല്ല. വൈ? ഇത്രയധികം വി ഡി സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇവരുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുമ്പോഴും എന്തുകൊണ്ട് അത് വാർത്തയാകുന്നില്ല എന്നത് ചോദിച്ചാൽ അതാണ് വലതുപക്ഷ സർക്കാരിന് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് പറയുന്നത്. അവർക്ക് എന്തും ഏതും ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ വി ഡി സതീശൻ എന്ന് ക്യാപ്ഷൻ കൊടുക്കും. പിണറായി വിജയനാണ് കാണാൻ പോകുന്നതെങ്കിലോ ഡീൽ ഉറപ്പിക്കാൻ പിണറായി വിജയൻ എന്നായിരിക്കും മാധ്യമങ്ങൾ കൊടുക്കുന്ന ക്യാപ്ഷൻ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഇവിടെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് പിണറായി വിജയനെ വലിയ രീതിയിൽ തന്നെ വേട്ടയാടിയ ഒരു പ്രതിപക്ഷമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഈ പേരും പറഞ്ഞ്, ഈ ഡീലിന്റെ പേരും പറഞ്ഞ്. എന്നാൽ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സംഘപരിവാറിനും ബി ജെ പിക്കും അനുകൂലമായ നിലപാട് എവിടെയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നരേന്ദ്രമോദിയുടെ പേടി സ്വപ്നമായിരുന്നു പിണറായി വിജയൻ. ബി ജെ പി നടപ്പിലാക്കുന്ന, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എന്ത് ജനദ്രോഹ നയത്തിനെതിരെയും നോ പറയുന്ന ഒരാളായിരുന്നില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി. പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പിലാക്കുമ്പോഴും അത് പ്രാബല്യത്തിൽ വരുമ്പോഴും ഇവിടെ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നട്ടല്ലോടെ ചങ്കുറപ്പോടെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി മുച്ചൂടും ഈ ഇടതുപക്ഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി. കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കി സാമ്പത്തികമായിട്ട് കേരളത്തിനെ. അതിനെയൊക്കെ അതിജീവിച്ചൊരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വീഴുമ്പോൾ വലിയ സന്തോഷത്തിലാണ്. എന്തെന്നാൽ അതായത് ഇന്ത്യ മുന്നണിയിലെ 3 പേരെ ഭയന്നിരുന്നു. അത് സ്റ്റാലിന്, പിണറായി വിജയനെ, മമതയെ. ഈ 3 പേരും വീണിരിക്കുകയാണ്. ശരിക്കും ഈ വീഴ്ത്തിയിരിക്കുന്നവർ ആരൊക്കെയാണ്? വീഴ്ത്തിയിരിക്കുന്നത് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, അതായത് ബംഗാളിലെ ബി ജെ പി ആണ്, ഇവിടെ ബി ജെ പിക്ക് നന്നായിട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടീമാണ്. അപ്പറേ ഈ പറയുന്ന പോലെ വിജയാണ്, അപ്പോൾ ആണെങ്കിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ നിലവില് ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി വലിയ ഹാപ്പിയിലാണ്. ഇനിയിപ്പോ ഈ 3 പേര് സഭയിൽ ഉണ്ടല്ലോ ബി ജെ പിയുടെ, അവർ ഏത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യം കൂടി ഉറ്റു നോക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും സതീശനെ ആക്രമിച്ചിട്ടില്ലാത്ത വ്യക്തികളാണ് ഇവരെന്ന് നമുക്കറിയാമല്ലോ. മാത്രമല്ല LDF ഭരിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ UDF ഒരു സമരം കൊണ്ടുവരും, അത് NDA നയിക്കും, അല്ലെങ്കിൽ NDA ഒരു സമരം കൊണ്ടുവരും, പിന്നീട് UDF നയിക്കും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇരുവരും കൊണ്ടുവന്ന ഒരു സമരമായിരുന്നു ആശമാരുടെ സമരം എന്ന് പറഞ്ഞ് സൂസിമാരെ കൊണ്ടുവന്നിരുത്തിയ പ്രഹസന സമരം. ആ സമരത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കാൻ എത്തിയത്? സുരേഷ് ഗോപി, സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ഇവരൊക്കെ എത്തി. കോൺഗ്രസിന്റെ പല നേതാക്കളും ഒക്കെ എത്തി. സത്യത്തിൽ എന്തായിരുന്നു ആ പ്രശ്നം? ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ലേ പ്രശ്നം? അതായത് ഓണറേറിയം കറക്റ്റ് ആയിട്ട് ആശമാർക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള പല ആളുകളോട് വന്നല്ലോ, അതുപോലെ തന്നെ BJPയുടെ പല ആളുകളും വന്നല്ലോ. ഏതെങ്കിലും ഒരു സൂസിമാർ എന്തുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇവരെല്ലാവരും കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതായത് നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ്. മറ്റുള്ള BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആശമാർ സമരം ചെയ്യുന്നത് കേരളത്തിൽ ആശമാർക്ക് കൊടുക്കുന്നത് പോലെ മാന്യമായിട്ടുള്ള ഓണറേറിയം ഞങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ ഓണറേറിയം കൊടുക്കുന്ന കാര്യം ഇങ്ങനെ ചവിട്ടി വെച്ചിട്ട് ഇവിടെ ആശമാർക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതി സൃഷ്ടിക്കാൻ നോക്കി. 21,000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നൽകുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അങ്ങനെ അവസാനം ആശമാരെ പറ്റിച്ചു 3,000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. അത് മറ്റൊരു വസ്തുത. അപ്പോ എന്തായാലും വി ഡി സതീശന്റെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇനി ഇദ്ദേഹം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് BJP സർക്കാർ ഓരോ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളാണ് എന്ന കുറ്റു നോക്കുകയാണ്. അറിയാലോ, അദാനിയൊക്കെ ആയിട്ട് ഒന്ന് ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് മൂപ്പര് ഇറങ്ങിയത്. ഇനിയിപ്പോ കണ്ടറിയണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഏതൊക്കെ രീതിയിലുള്ള പൊളിറ്റിക്സുകളാണ് നമ്മുടെ വി ഡി സതീശൻ, അതായത് വളശ്ശേരി ദാമോദര മേനോൻ പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം അല്ലെ? അപ്പൊ കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഡീല് ചർച്ച ചെയ്യാതെ പോയ മാധ്യമങ്ങളെ നിങ്ങളൊരു വല്ലാത്ത സംഭവം എന്ന് പറയാതെ വയ്യ.